നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സെയ്ദ് ഇബ്രാഹിം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്നും പ്രവർത്തകർ പിന്മാറുന്നത് പാർട്ടിയുടെ ദുർനടപ്പ് കാരണമെന്ന് കെപിസിസി വൈസ് പ്രസിഡന്റ് വി ഡി സതീശൻ എംഎൽഎ. പുനലൂരിൽ സിപിഐ വിട്ട 100ഓളം പ്രവർത്തകർക്ക് കോൺഗ്രസിൽ പ്രാഥമിക അംഗത്വം. മികച്ച ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് ഏർപ്പെടുത്തിയ കോമൺവെൽത്ത് അവാർഡ് തലവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വടകോട് മോനച്ചന് സമ്മാനിച്ചു. പത്തനാപുരം പുന്നല നാടന്നൂർ കോളനി റോഡിൽ യാത്രാ ദുരിതം. തോട് കയ്യേറ്റത്തെ തുടർന്ന് റോഡ് ചെളിക്കെട്ടായി. പാസഞ്ചർ വാഹനങ്ങളിൽ ചരക്ക് കയറ്റുന്നു. പത്തനാപുരം ടൗണിലെ ഗുഡ്സ് കാരിയർ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പ്രക്ഷോഭത്തിലേക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്നും പ്രവർത്തകർ പിന്മാറുന്നത് പാർട്ടിയുടെ ദുർനടപ്പ് കാരണമാണെന്ന് കെപിസിസി വൈസ് പ്രസിഡന്റ് വി ഡി സതീശൻ എംഎൽഎ അഭിപ്രായപ്പെട്ടു. പുനലൂരിൽ സിപിഐ വിട്ട് കോൺഗ്രസിൽ ചേർന്ന 100ഓളം പ്രവർത്തകർക്കുള്ള അംഗത്വ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ എംഎൽഎ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വിട്ടുവരുന്നവരെ കള്ളക്കേസിലും പെണ്ണുകേസിലും പെടുത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമാണെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു പാരമ്പര്യമുണ്ട്. പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും പുറത്തുപോയാൽ നിങ്ങൾ സൂക്ഷിക്കണം. 2 കാര്യങ്ങളാണ് അവർ ചെയ്യാറുള്ളത് പണ്ട് മുതലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒന്നുകിൽ സാമ്പത്തിക ക്രമക്കേട് ആരോപിക്കും. രജിരാജൊക്കെ ശ്രദ്ധിച്ചോളാം. ഒന്നുകിൽ സാമ്പത്തിക ക്രമക്കേട് ആരോപിക്കും. സാമ്പത്തിക ക്രമക്കേട്. പിന്നെ നാട്ടിലാർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ അവരോട്. സാമ്പത്തിക ക്രമക്കേട് ആരോപണം ഉന്നയിച്ചാൽ 2 പെണ്ണ് കേസിപ്പെടുത്തും. ഞാൻ തമാശയെ പറഞ്ഞതല്ല. നിങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം പരിശോധിച്ചാൽ പാർട്ടിയിൽ നിന്ന് പ്രാദേശികമായും സംസ്ഥാന തലത്തിലും പുറത്തു പോകുന്ന ആളുകളെ വഷളാക്കാൻ വേണ്ടി സാധാരണ ചെയ്യാറുള്ള പരിപാടി ഒന്നുകിൽ പെണ്ണ് കേസിപ്പെടുത്തും, അല്ലെങ്കിൽ സാമ്പത്തിക ആരോപണം ഉന്നയിക്കും. എന്നിട്ട് ആളുകളെ പറഞ്ഞു വഷളാക്കും. അതിനൊന്നുള്ള ശക്തി ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കില്ല. പരമ്പരാഗതമായി പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നവരെ ഒഴിവാക്കി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ചിലരെ സ്ഥാനാർത്ഥികളാക്കിയതിന് പിന്നിൽ ചില പണമിടപാടുകൾ നടന്നിട്ടുണ്ടെന്ന കോൺഗ്രസ് ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് സിപിഐയിലെ നേതാക്കൾക്കെതിരെ പാർട്ടി തന്നെ നടപടിയെടുത്തതെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ സിപിഐയുടെ ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റികളും യോഗം ചേർന്ന് വ്യാപകമായ രീതിയിൽ നേതാക്കന്മാർക്കെതിരായിട്ടുള്ള പ്രമേയങ്ങൾ പാസാക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഞങ്ങൾ വളരെ വ്യക്തമായി ഒരു ആരോപണം ഉന്നയിച്ചു. സിപിഐയുടെ തിരുവനന്തപുരം സ്ഥാനാർത്ഥിയായ ബെന്നറ്റ് ഉൾപ്പെടെ 5 ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പേയ്മെന്റ് സീറ്റിൽ വന്ന ആളുകളാണ്. പരമ്പരാഗതമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടിയുമായോ മുന്നണിയുമായോ രാഷ്ട്രീയവുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെ കൊണ്ടുവന്ന് പാർലമെന്റിൽ മത്സരിച്ചപ്പോൾ അതിന്റെ പിന്നിൽ ചില പണമിടപാടുകൾ നടന്നിട്ടുണ്ട്. അത് പേയ്മെന്റ് സീറ്റാണ് എന്ന് ഞങ്ങൾ രാഷ്ട്രീയമായി ഉന്നയിച്ച ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലാണ് സിപിഐ സംസ്ഥാന കൌൺസിലിന്റെ തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് സിപിഐ ജില്ലാ കമ്മിറ്റിയാണോ? സിപിഐയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് സിപിഐയുടെ നേതൃത്വമാണ്. ആ പാർട്ടി ഓഫീസിന്റെ മൂക്കിന് താഴെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിവില്ലാത്ത നേതാക്കന്മാരാണോ സിപിഐയുടെ തലപ്പത്തിരിക്കുന്നത്? അപ്പൊ സിപിഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി തന്നെ കേരളത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് പുനലൂരിലെ സിപിഐ പ്രവർത്തകർ ശ്രീ രജിരാജിന്റെ നേതൃത്വത്തിൽ അവര് രാജിവെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് എപ്പള്ളൂർ മാർക്കറ്റ് ജംഗ്ഷനിലായിരുന്നു മെമ്പർഷിപ്പ് വിതരണം. സിപിഐ വിട്ട് കോൺഗ്രസിൽ ചേർന്ന പ്രവർത്തകരുടെ പ്രകടനത്തോടെയായിരുന്നു മെമ്പർഷിപ്പ് വിതരണ ചടങ്ങുകൾ തുടങ്ങിയത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇടമൺ ഇസ്മായിൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പുനലൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രബാബു സ്വാഗതം പറഞ്ഞു. കെപിസിസി വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി, ഡിസിസി പ്രസിഡന്റ് വി സത്യശീലൻ, മുൻ എംഎൽഎ പുനലൂർ മധു, കെപിസിസി എക്സിക്യൂട്ടീവ് അംഗം എസ് താജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം പുന്നല നാടന്നൂർ കോളനി റോഡ് തകർന്ന് ചെളിക്കെട്ടായി. ഇതുവഴി ഗതാഗതം നിലച്ചതോടെ നാട്ടുകാർ ദുരിതത്തിലാണ്.
അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെ തുടർന്ന് റോഡ് തകർന്ന് ചെളിക്കെട്ടായി മാറിയിട്ടുണ്ട്. ഇതുകാരണം വാഹനയാത്ര സാധ്യമല്ല. കാൽനടയാത്രികരും ദുരിതമനുഭവിക്കുന്നു. കോളനിയിലെ 122 കുടുംബങ്ങൾ റോഡിന്റെ തകർച്ചയെ തുടർന്ന് ബുദ്ധിമുട്ടനുഭവിക്കുകയാണ്. നാട്ടുകാരുടെ ശ്രമഫലമായാണ് ഇവിടെ വഴിവെട്ടിയത്. തുടർന്ന് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കി. റോഡിന്റെ ഇരുവശത്തുമുള്ള ഭൂമി കയ്യേറ്റമാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഈ റോഡെന്ന് വെച്ചാൽ പിന്നെ CH ഹമീദ് ഖാൻ അദ്ദേഹത്തിന്റെ ആയിരുന്നു. ഞങ്ങൾക്ക് നടപ്പാതയായിട്ട് തന്നത് ഈ റോഡാണിത്. ഇത് പിന്നെ ഇവിടെയും അപ്പുറം 2 ചാലുകളായിരുന്നു. ആ ചാല് ഞങ്ങളെല്ലാവരും ഈ 2 സെന്റ് കുറെ വസ്തുക്കളെല്ലാം കൂടെ പിന്നെ കൊടുത്താണ് ഇത് റോഡാക്കിയത്. ആ റോഡാക്കിയപ്പോൾ ഈ പിന്നെ തെക്കേ മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഈ ചാലയെ കൂടെ വരേണ്ടതാണ്. ഈ ചാലയെ കൂടെ വരുന്ന വെള്ളം ഇതിലേക്കൂടെ ഒഴുകി പോകാൻ പിന്നെ ആ തോട്ടിലോട്ട് പോകേണ്ടതാണ്. ഇപ്പൊ അത് ഈ നിലത്തിന്റെ ഉടമകളൊന്നും അത് സമ്മതിക്കുന്നില്ല. അവരെല്ലാം കൂടെ വന്നിട്ട് ആ ചാല അങ്ങ് മൂടിയിരിക്കുക. അപ്പൊ ഈ വെള്ളം പാനെ കൊണ്ടൊന്നും ഒരു സ്ഥലമില്ല. ഞങ്ങൾ ഈ കോളനിയിൽ നിന്ന് ഒരു 10-75 വിദ്യാർത്ഥികൾ ഇന്നലെ സ്കൂളിൽ പഠിക്കാൻ പോകേണ്ടതാണ്. പിഞ്ചു കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളൊക്കെ ഈ വഴിയിൽ കൂടാണ് പോകേണ്ടത്. അവരൊക്കെ ആഹപ്പാടെ ബുദ്ധിമുട്ടിയൊക്കെ നിൽക്കുകയാണ്. അവരിവിടെ വന്നിട്ട് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കാണുന്നവർക്ക് തന്നെ വലിയ വിഷമം തോന്നും. അവരൊക്കെ ഓരോരുത്തർ എടുത്താണ് അങ്ങോട്ട് കൊണ്ട് കയറ്റുന്നത് വഴിയുടെ ബുദ്ധിമുട്ട് കാരണം. റോഡിന്റെ വലതുഭാഗത്തുള്ള കോൺക്രീറ്റ് കെട്ടിനോട് ചേർന്ന് ഈ ഭാഗത്ത് 2 അടി വീതിയിൽ ചെറുതോടുണ്ടായിരുന്നതായും ഈ കൈത്തോട് കൈയേറിയതായും പ്രദേശവാസികൾ ആരോപിച്ചു. ഒരു വർഷത്തിന് മുമ്പ് ഇവിടെ മണ്ണ് കൊണ്ടിട്ടിട്ട് അവർ നിലം നിർത്തി എന്നിട്ട് ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കി പറഞ്ഞ് ഇത് ഞങ്ങളുടെ വസ്തുവാണ്, ഇതിനെ കൂടെ ഒറ്റൊരുത്തിന് അധികാരമില്ല, യാതൊരു കാരണവശാലും ഞങ്ങൾ ചാല് തരത്തില്ല. അങ്ങനെ ഞങ്ങൾ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു, കളക്ടറേറ്റ് വരെ അപേക്ഷ കൊടുത്തു. ഇപ്പൊ പല പ്രാവശ്യമായിട്ട് ഇവിടെ ഈ 42 വീട്ടുകാർ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. ഈ 42 വീട്ടുകാരുടെ പേരിൽ കള്ളക്കേസ് കൊടുത്ത് ദിവസം ഓരോ ആൾക്കാരെ CI ഓഫീസിലും SI ഓഫീസിലും വിളിക്കുക. ഇനി CI ഓഫീസല്ല, SI ഓഫീസല്ല, DGP ഓഫീസിൽ വരെ പോയാലും ശരി, ഇവിടെ നാട്ടുകാർക്ക് അറിയാം നേരും നിറയും എന്താന്നുള്ളത്. പണ്ട് മുതൽ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴല്ല ഈ വരമ്പയ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഇവിടെ കൈത്തോടും എല്ലാം ഉണ്ട്. ഇപ്പം ഇവർ റബ്ബർ നട്ട് പിന്നീട് ഇവിടെ വെള്ളമില്ലായിരുന്നു, എല്ലാവരും വഴിയാക്കി ആ ചാല് അവരങ്ങ് നികത്തി. ഇപ്പം ഈ മേടയിൽ നിന്ന് വിരേടത്തിൽ നിന്ന് വരുന്ന വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിലെ കൂടെ നടക്കാനൊക്കത്തില്ല. ചെറുതോട് ഇല്ലാതായതോടെ വെള്ളം കെട്ടി റോഡ് തകരുകയായിരുന്നു. 100 കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന പാത സഞ്ചാരയോഗ്യമല്ലാതായിട്ടും ബന്ധപ്പെട്ടവർ പ്രതികരിക്കുന്നില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ഞങ്ങൾ ഈ ഉള്ള വഴി ഞങ്ങൾക്ക് നേരാക്കി തരണം. വെള്ളം പോകാൻ വഴിയില്ല. വെള്ളം പോകാൻ പോകുമ്പോഴത്തേക്ക് കേസ് കൊടുത്ത് പോലീസുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് പേര് പിന്നെ റോഡ് ശരിയാക്കണമെന്ന് പറഞ്ഞേന്. അതുകൊണ്ട് ഞങ്ങൾക്ക് റോഡ് വേണം. ഞാൻ കാല് വയ്യാത്തവളെ എനിക്ക് നടന്ന് വിശാലമായിട്ട് നടന്ന് എനിക്ക് വണ്ടി വന്നാലേ എനിക്ക് പോകാൻ പറ്റൂ. വണ്ടി ഇല്ലാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. റോഡ് പോലും വരത്തില്ല. ഇത് വണ്ടിക്കാരന്മാർ വരത്തില്ല പേടിച്ച്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മികച്ച ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് ഏർപ്പെടുത്തിയ കോമൺവെൽത്ത് അവാർഡ് തലവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വടകോട് മോനച്ചന് സമ്മാനിച്ചു. KB ഗണേഷ് കുമാർ MLA ആണ് അവാർഡ് സമ്മാനിച്ചത്. തലവൂർ റിലയബിൾ എത്തിക്കൽ ക്ലബ്ബ്, കൊല്ലം നെഹ്റു യുവകേന്ദ്രയുമായി സഹകരിച്ചാണ് പ്രാദേശിക തലത്തിൽ അവാർഡ് ഏർപ്പെടുത്തിയത്. പത്തനാപുരം MLA KB ഗണേഷ് കുമാർ വടകോട് മോനച്ചന് അവാർഡ് സമ്മാനിച്ചു. പൊതുപ്രവർത്തന രംഗത്തെ കഴിവുള്ള ജനപ്രതിനിധിയാണ് വടകോട് മോനച്ചനെന്ന് KB ഗണേഷ് കുമാർ MLA പറഞ്ഞു. മാതൃകാ സംരംഭകനുള്ള വ്യവസായരത്ന പുരസ്കാരം സ്വീറ്റ് ഹോം ഇൻഡസ്ട്രീസ് ഉടമ K തോമസിന് കൈമാറി. പാമ്പുപിടുത്ത വിദഗ്ധൻ വാവ സുരേഷ്, കലാരത്നം പന്തളം ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ R ഷാഹിർ ഷാ, നടനശ്രീ താമരക്കുടി കരുണാകരൻ മാസ്റ്റർ, മാതൃകാധ്യാപകൻ സജിമോൻ, താഴ്വര ഗോപിനാഥ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തലവൂർ പറങ്കിമാമുകൾ ജംഗ്ഷനിൽ നടന്ന അവാർഡ് ദാന സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. KLDC ചെയർമാൻ ബെന്നി കക്കാട്, തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ രാജീവ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിജു K മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം G രാധാമോഹൻ, കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബാബു മാത്യു, മനോജ് സുമംഗലി, DP ശ്രീകുമാർ, വിദ്യാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തെന്മല ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ ഓഫീസുകൾക്ക് ഇത് ദുരിതകാലം. ഇടമൺ 34-ൽ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് കെട്ടിടത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ചെളിവെള്ളം. പുനലൂർ ബ്യൂറോയുടെ റിപ്പോർട്ട്. ഇടമൺ 34-ൽ 3 സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഈ ഇരുനില കെട്ടിടത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ മഴയായാൽ നെട്ടോട്ടമോടും. റോഡ് നിരപ്പിന് താഴെ ഒരു നിലയും റോഡ് നിരപ്പിൽ മുകൾ നിലയുമുള്ള ഈ കെട്ടിടത്തിലേക്ക് മഴയത്ത് റോഡിൽ നിന്ന് ചെളിവെള്ളം ഇരച്ചു കയറും. പിന്നെ ഇവിടെ ജോലി ചെയ്യുന്നവരുടെ പ്രധാന പണി വെള്ളം നീക്കം ചെയ്യലാണ്.
ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി, വനിതാ വികസന കേന്ദ്രം, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസ് എന്നിവയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായി ഇതാണ് ഇവിടുത്തെ സ്ഥിതി. തെന്മല പഞ്ചായത്ത് ഓഫീസിൽ പലതവണ പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായിട്ടില്ല. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് AYF രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷക്കാലമായി ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന VO ഓഫീസ് ഹോമിയോ ഡിസ്പെൻസറിയും അതുപോലെ തന്നെ നിരവധി വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന VO ഓഫീസും അതുപോലെ തന്നെ ഇതിൻ്റെ മേളിൽ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കാര്യാലയം പ്രവർത്തിക്കുകയാണ്. വർഷങ്ങളായി ഈ കെട്ടിടത്തിൽ മഴ പെയ്യുമ്പോൾ ഈ റോഡിൽ കൂടി ഒഴുകി വരുന്ന വേസ്റ്റും വെള്ളവും അതുപോലെ തന്നെ ഇവിടുത്തെ മാർക്കറ്റിലെ മാലിന്യങ്ങളും അടിഞ്ഞുകൂടി രോഗികൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും പ്രായമായ അമ്മമാർക്കും അടക്കം ഇവിടെ വന്ന് മരുന്ന് വാങ്ങിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. നിരവധി തവണ ഇവിടുത്തെ ഓഫീസിലെ ഓഫീസർമാരും അതുപോലെ തന്നെ ഡോക്ടർമാരും അടക്കമുള്ള ആളുകൾ ഈ പഞ്ചായത്തിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും എന്നാൽ ഇതുവരെ ഒരു പരിഹാരവും കാണാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ അവസ്ഥ മാറുന്നതിന് ആവശ്യമായ നടപടികൾ അധികാരികൾ സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം ടൗണിലെ ഗുഡ്സ് കാരിയർ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പ്രക്ഷോഭത്തിലേക്ക്. തങ്ങളുടെ വാഹനങ്ങൾക്ക് അർഹതപ്പെട്ട ഓട്ടം മറ്റു യാത്രാവാഹനങ്ങൾ തട്ടിയെടുക്കുന്നുവെന്നാരോപിച്ചാണ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. പത്തനാപുരം പട്ടണത്തിൽ KSRTC ഡിപ്പോയ്ക്കും സർക്കാർ തടി ഡിപ്പോയ്ക്കും സമീപത്തെ പെട്ടി ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. തങ്ങളുടെ വാഹനങ്ങൾക്ക് പര്യാപ്തമായ ഓട്ടം മറ്റു യാത്രാവാഹനങ്ങൾ തട്ടിയെടുക്കുന്നതായി ഇവർ ആരോപിക്കുന്നു. സംഭവം വിവരിച്ച് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടാകുന്നില്ലെന്നും ഇവർ പരാതിപ്പെടുന്നു. പാസഞ്ചർ വാഹനങ്ങൾ പെട്ടി ഓട്ടോറിക്ഷകൾക്ക് ലഭിക്കേണ്ട ഓട്ടം തട്ടിയെടുക്കുന്നത് തടയാൻ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാർ തയ്യാറായില്ലെങ്കിൽ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനാപുരത്ത് പെട്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർമാരെന്നാണ് ഞങ്ങളെ അറിയപ്പെടുന്നത്. പക്ഷേ ഞങ്ങൾ വണ്ടി ഓടാനായിട്ടല്ല വരുന്നത്. വണ്ടി ഓടാനായിട്ട് വന്നെങ്കിൽ ഇവിടെ വന്ന് ചുമ്മാതെ കിടക്കുകയാണ്. ഞങ്ങൾക്ക് ഓട്ടോ ഇല്ല. ഇത് പത്തനാപുരം പോലീസ് സ്റ്റേഷനിലും വെഹിക്കിളിനും സർക്കിൾ ഇൻസ്പെക്ടറും അങ്ങനെ എല്ലാവർക്കും ഞങ്ങൾ പരാതി ഒരുപാട് പ്രാവശ്യം കൊടുത്തിട്ടുള്ളതാണ്. ഞങ്ങളെ ഇന്ന് ഇതിനു വേണ്ടി ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥന്മാരും ഇതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ പ്രശ്നമെന്ന് വെച്ചാൽ ഞങ്ങൾ ലോഡ് കയറ്റുന്ന വണ്ടിയാണ്, ഗുഡ്സ് പെർമിറ്റുള്ള വണ്ടിയാണ്. ഇതിൽ ലോഡ് കയറ്റാതെ ഇതിന് പാസഞ്ചർ വാഹനങ്ങളിലാണ് ഫ്രിഡ്ജ് ആയാലും അലമാരി ആയാലും എന്ത് സാധനങ്ങളായാലും കയറ്റിക്കൊണ്ട് പോകുന്നത്. ഞങ്ങളുടെ ജീവിതം വളരെ മോശമായ രീതിയിലാണ്. ഞങ്ങൾക്ക് നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടാണ്. അതിനെ ഇവിടുത്തെ പോലീസ് അധികാരിയും വെഹിക്കിൾ ഇൻസ്പെക്ടറും ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ നിരാഹാര സത്യാഗ്രഹം പത്തനാപുരം പഞ്ചായത്തിൻ്റെ മുമ്പിൽ പോയി കിടക്കാൻ പോവാണ്. ഇവിടെ കൃത്യമായിട്ട് ഞങ്ങൾ ടാക്സ് അടയ്ക്കുകയും ഇൻഷുർ അടയ്ക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതിനൊന്നും യാതൊരു കുറവും വരുന്നില്ല. ഞങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന്, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിന്റെ ഫ്രണ്ടിൽ വന്ന് നിരാഹാരം കിടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വളരെ കുറച്ച് മാത്രം തുക വാങ്ങി സർവീസ് നടത്തി പാസഞ്ചർ വാഹനങ്ങൾ തങ്ങളുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുകയാണെന്നും പെട്ടി ഓട്ടോ ഡ്രൈവർമാർ പരിതപിക്കുന്നു. 3-4 ഫ്രിഡ്ജും അതിനുള്ള സാധനങ്ങളും എല്ലാം കൂടെ പാസഞ്ചർ വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്ന ഏത് സമയത്ത് ഞങ്ങൾ തടയുമ്പോൾ അവർ ഭീഷണിപ്പെടുത്തുക, നിങ്ങൾ എന്തോന്ന് വെച്ചാൽ നടപടി ചെയ്യാൻ അവർ പറയുന്നത്. നിങ്ങൾ സ്റ്റേഷനിൽ പരാതിപ്പെടുക അല്ലെങ്കിൽ വെഹിക്കിൾ ഓഫീസിൽ പരാതിപ്പെടുക, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾ എന്തും ചെയ്യുന്ന അവർ എല്ലാ സമയങ്ങളും ഞങ്ങളുടെ മറുപടി പറയുന്നത്. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാ? ഞങ്ങൾ നേരം വെളുത്ത് കഴിഞ്ഞാൽ ഒന്നാമത് മഴക്കാലമാണ്. ഞങ്ങൾക്ക് 5 പൈസയുടെ വരുമാനം വേറെ ഇല്ല. ഞങ്ങൾക്ക് 10, 300, 400 രൂപ മൊത്തത്തിൽ ഓടും വണ്ടി. ഓടുന്ന കൂട്ടത്തിൽ ഞങ്ങൾ അതിന്റെ ബാലൻസ് മുതലാളിക്ക് കൊടുക്കണം, ഡീസൽ അടിക്കണം, ഞങ്ങളുടെ ചെലവഴിക്കണം, ഞങ്ങളുടെ വീട്ടിൽ അരി വാങ്ങിക്കണം, പല കാര്യങ്ങളുണ്ട്. പ്രശ്നപരിഹാരത്തിനായി പഞ്ചായത്ത്, പോലീസ്, RTO തുടങ്ങിയവർക്ക് പരാതി നൽകിയിട്ടും ഒരു ഫലവുമുണ്ടായില്ലെന്ന് ഇവർ പറയുന്നു. ഓണക്കാലം പ്രമാണിച്ച് തങ്ങളുടെ ദയനീയസ്ഥിതി മനസ്സിലാക്കി ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ സംഘാടക ശക്തി സാധ്യമാകൂ എന്ന് പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ മോഹൻ ശങ്കർ. ഇടമണ്ണിൽ SNDP ശാഖ പണി കഴിപ്പിച്ച R. ശങ്കർ സ്മാരക ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് നമ്മുടെ ഈ ഓഡിറ്റോറിയവും അല്ലെങ്കിൽ ഈ വിദ്യാലയവും നാളെ ഇതിന്റെ വളർച്ചയും എല്ലാം അതോടൊപ്പം വന്നിട്ട് വരുന്നതാണ്. ഇവിടെ ഇന്ന് ഈ വിദ്യാലയ ഉദ്ഘാടനത്തിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കുറച്ച് ചടങ്ങുകൾ നടക്കുന്നു. ഇടമൺ 34 3449 നമ്പർ SNDP ശാഖയാണ് വിവാഹ സദ്യാലയം പണി കഴിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇടമൺ R. ശങ്കർ നഗറിൽ നടന്ന ചടങ്ങിൽ SNDP യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ചെയർമാൻ K. പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ശാഖാ പ്രസിഡന്റ് R. സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ MS. മോഹനൻ സ്വാഗതം പറഞ്ഞു. പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കുള്ള ഗ്രാന്റ് വിതരണം തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ നിർവഹിച്ചു. ശിവഗിരി മഠം സ്വാമി കൃഷ്ണാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. SNDP അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം TP സുന്ദരേശൻ, SNDP പുനലൂർ യൂണിയൻ വനിതാ സംഘം ചെയർപേഴ്സൺ വനജ വിദ്യാധരൻ, ശ്യാമള സത്യൻ, ഇടമൺ G. മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല.
ആര്യങ്കാവ് വോളിബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ അന്തർ സംസ്ഥാന വോളി ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഓണാഘോഷത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 4 മുതലാണ് ടൂർണമെന്റ്. സംഘാടകർ തെന്മലയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സെപ്റ്റംബർ 4 ആരംഭിക്കുന്ന ടൂർണമെന്റിൽ കേരള, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ടൂർണമെന്റിലൂടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും കുട്ടികളുടെ കായിക വളർച്ചയുമാണ് ലക്ഷ്യമിടുന്നതെന്നും ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. ഒരു അന്തർ സംസ്ഥാന വോളിബോൾ ടൂർണമെന്റ് നടത്തുകയാണ്. ഇതിന്റെ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളാണ് ഇപ്പോൾ നമ്മൾ കളിക്കാൻ എത്തുന്നത്. ഇതിന്റെ കായികപരമായിട്ട് കുട്ടികളിൽ വളർത്തുന്നതിനും പിന്നെ ജീവകാരുണ്യ പ്രവർത്തനമാണ് ക്ലബിൻ്റെ ഇപ്പോൾ മുഖ്യമുള്ള ലക്ഷ്യം. ഇത് കഴിഞ്ഞ് നമ്മൾ ക്ലബിൻ്റെ മാസത്തിൽ ഒരു 2 കോച്ചിങ് ക്ലാസ്സും നടത്തുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മധുര, രാജപാളയം, പുളിയങ്കുടി തുടങ്ങിയ തമിഴ്നാട്ടിൽ നിന്നുള്ള ടീമുകളും കേരളത്തിലെ പ്രമുഖ ടീമുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ ടീമിലുള്ള പ്രശസ്തരായിട്ടുള്ള കളിക്കാരുകൾ വരെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. കിഴക്കൻ മേഖലയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ചികിത്സാ സഹായം കൊടുക്കുക, കായിക തരത്തിൽ മികവുറ്റ കുട്ടികളെ കണ്ടെത്തുക, മാസത്തിൽ 2 തവണ അവർക്ക് കോച്ചിങ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുക. ഒന്നാം സമ്മാനമായി 15,000 രൂപയും 2ാം സമ്മാനമായി 7,500 രൂപയും ക്ലബ്ബ് നൽകും. കിഴക്കൻ മേഖലയിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്നും ടൂർണമെന്റിന്റെ വിജയത്തിന് പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ക്ലബ്ബ് സെക്രട്ടറി ജി സജി, പ്രസിഡന്റ് മോനച്ചൻ പുതുപ്പറമ്പിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. കോട്ടവട്ടം ഭദ്രകാളി ക്ഷേത്രത്തിൽ ലക്ഷാർച്ചന യജ്ഞം സംഘടിപ്പിക്കുന്നു. 24-നാണ് പരിപാടി. ആഗസ്റ്റ് 24 ഞായറാഴ്ച രാവിലെ 6 മുതലാണ് ലക്ഷാർച്ചന യജ്ഞം. അടൂർ ഇടമന ഇല്ലത്ത് നാരായണര് ഭണ്ഡാരത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷി ഓഫീസിന്റെയും സംയുക്ത നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോസ് കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ പ്രധാന വരുമാനവും നിലനിൽപ്പുമായ കൃഷിയിൽ നിന്ന് പുതുതലമുറ അകലുകയാണെന്ന് കെ ജോസ് ആശങ്ക പ്രകടിപ്പിച്ചു. ഇന്നത്തെ തലമുറയിലുള്ള ചെറുപ്പക്കാരായ നമ്മുടെ മക്കൾക്ക് കാർഷിക സംസ്കാരം എന്ന ഒരു പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ലാത്ത സ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു ദുഃഖത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലയാള നാട്ടിൽ, നമ്മുടെ കേരളത്തിലെ കാർഷിക സംസ്കാരം ഇല്ലാതായി പോകുന്നു വരും തലമുറകൾക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എനിക്ക് എവിടെയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടോട് പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാർഷിക സംസ്കാരമുള്ള കുഞ്ഞുങ്ങളായി വളർത്തിയെടുത്ത് നമ്മുടെ ആ പാരമ്പര്യം നിലനിർത്തി പോയില്ല എങ്കിൽ അന്യ സംസ്ഥാനത്ത് വരുന്ന വിഷം ചേർത്ത പച്ചക്കറികളും വിഷം ചേർത്ത ആഹാര സാധനങ്ങളും കഴിച്ച് നമ്മൾ ആരോഗ്യമില്ലാത്ത ഒരു തലമുറയായി മാറിപ്പോകാനുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു ചോദ്യം. വൈസ് പ്രസിഡന്റ് ഷേർലി ഗോപിനാഥ് ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. കൃഷി ഓഫീസർ ബി രാജൻ ബാബു, അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ അലിനി എ ആന്റണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കിരൺ കെ കൃഷ്ണ, ആരോമനുണ്ണി, രാജമ്മ ലാലി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീനിവാസൻ, ജെസി തോമസ്, റഷീജ മൾ, റൂബി ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരസഭയിലെ മൈലക്കൽ വാർഡിൽ കുടുംബശ്രീയുടെ വ്യവസായ സംരംഭക യൂണിറ്റുകൾ പ്രവർത്തനം ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെ 11 മൈലക്കൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. തയ്യൽ യൂണിറ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ രാധാമണി വിജയാനന്ദ് നിർവഹിച്ചു. ചന്ദനത്തിരി നിർമ്മാണ യൂണിറ്റിന്റെ പ്രവർത്തനോദ്ഘാടനം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി ദിനേശനും നിർവഹിച്ചു. വനിതാ ബ്യൂട്ടി പാർലറിന്റെ ഉദ്ഘാടനം കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ ബിജു നിർവഹിച്ചു. കാനറ ബാങ്ക് പുനലൂർ ശാഖ മാനേജർ ഡി രാധാകൃഷ്ണൻ, കൊല്ലം മേഡിയം സി ജമാലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്നും പ്രവർത്തകർ പിന്മാറുന്നത് പാർട്ടിയുടെ ദുർനടപ്പ് കാരണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ MLA. പുനലൂരിൽ CPI വിട്ട 100ഓളം പ്രവർത്തകർക്ക് കോൺഗ്രസിൽ പ്രാഥമിക അംഗത്വം. മികച്ച ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് ഏർപ്പെടുത്തിയ കോമൺവീൽ അവാർഡ് തലവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വടകോട് മോനച്ചന് സമ്മാനിച്ചു.
പത്തനാപുരം പുന്നല നാടന്നൂർ കോളനി റോഡിൽ യാത്രാ ദുരിതം. തോട് കയ്യേറ്റത്തെ തുടർന്ന് റോഡ് ചെളിക്കെട്ടായി. പാസഞ്ചർ വാഹനങ്ങളിൽ ചരക്ക് കയറ്റുന്നു. പത്തനാപുരം ടൗണിലെ ഗുഡ്സ് കാരിയർ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പ്രക്ഷോഭത്തിലേക്ക്. ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.